2 വർഷത്തിലൊരിക്കൽ പരമശിവൻ ആ ഒരു എന്താ പറയുക പള്ളി നായാട്ടിന് പോയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം പള്ളി നായാട്ടിന് പോകുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് വനത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അതിൻ്റെ ആ ഒരു മാധുര്യം ഭഗവാനെ ശരിക്കും പറയാച്ചാൽ മനസ്സുകൊണ്ട് അത് പാടുന്ന അവളിൽ ഒരു അനുരാഗം ഉണർത്തുകയാണ് സാക്ഷാൽ പരമശിവന്. അങ്ങനെ ഭഗവാൻ ആ ഒരു ഗാനത്തിൻ്റെ അവളുടെ ആ ഒരു ഗാനം അതിമനോഹരമായ ഗാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുഴുവൻ ഒരു തണുത്ത തെന്നലായിട്ട് ഇങ്ങനെ വന്ന് പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. അതോടുകൂടി ഭഗവാൻ അവളിൽ അനുരക്തയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം 4 ഭാഗവും നോക്കിയപ്പോൾ ഒരു കറുത്ത സുന്ദരി ആണെങ്കിലും കറുത്ത നിറമുള്ളവളാണെങ്കിലും അതിസുന്ദരി ആയിരുന്നു കേട്ടോ അവള്. മാൻമിഴികള്, അതുപോലെ ചുണ്ടുകള്, കവിളുകള് എല്ലാം മനോഹരമായിരുന്നു. അവളുടെ ആ ഒരു ആകാരം കണ്ടതോടുകൂടി, അല്ലെങ്കിൽ അവളുടെ ആ ഒരു ശരീരവടിവും അവളുടെ മുഖസൗന്ദര്യവും ലാളിത്യവും എല്ലാം കണ്ടതോടു കൂടിയിട്ട് ഭഗവാൻ അവളിൽ അനുരക്തയായി എന്നാണ് പറയുന്നത്. അങ്ങനെ പള്ളി നായാട്ട് കഴിഞ്ഞിട്ട് താൻ തിരിച്ചു വരും, തന്നിൽ അതായത് ഈ സ്ത്രീയുടെ ഈ വേട സ്ത്രീയുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സ്ത്രീ കൂളിവാക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേട സ്ത്രീ ആയിരുന്നു ഇവള്. അവള് വേട കുടുംബത്തിൽ ജനിച്ചു എങ്കിലും അവള് അതിസുന്ദരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഭഗവാൻ സാക്ഷാൽ പരമശിവൻ തൻ്റെ മാതാവായിട്ടുള്ള, അപ്പോൾ അവള് പാർവതീദേവിയുടെ പരമഭക്തിയാണ് ഈ കൂളിവാക. അപ്പോൾ അവള് വിചാരിക്കുകയാണ് തൻ്റെ മാതാവിൻ്റെ പ്രഭുവിനെ താൻ സ്വീകരിക്കുന്നത് കൊടിയ പാപാണ്. പ്രഭു പറഞ്ഞത് തനിക്ക് അംഗീകരിക്കാതിരിക്കാനും വയ്യ. മാതാവിനെ താന് എങ്ങനെയാണ് വഞ്ചിക്കുക എന്നുള്ള ആ ഒരു വിഷമഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കൂളിവാക. അങ്ങനെ പാർവതീദേവിയുടെ പരമഭക്തിയായിട്ടുള്ള അവള് തൻ്റെ അമ്മയിൽ തന്നെ അഭയം കാണുകയാണ്. അങ്ങനെ അവള് ആ ഒരു ദേവീനെ പൂജിക്കുന്ന അവളുടെ ചെറിയ കുടിലിൽ പോയിട്ട് പാർവതി മാതാവിൻ്റെ പാദത്തിൽ വീണിട്ട് ഉറക്കെ പൊട്ടിക്കരയാണ്. അമ്മേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു മാർഗം പറഞ്ഞു തന്നാലും. പ്രഭുവിനെ ആണെങ്കിൽ, സാക്ഷാൽ പരമശിവനെ ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല, അമ്മയെ വഞ്ചിക്കാനും സാധ്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവള് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മ തന്നെ എനിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം എന്ന് പറഞ്ഞിട്ട് ആ പാർവതി മാതാവിൻ്റെ പാദങ്ങളിൽ പൊട്ടി കരയാണ് കെട്ടിപ്പിടിച്ചിട്ട്. അവളുടെ ആ ഒരു കണ്ണുനീരങ്ങനെ ഒഴുകിയിട്ട് പാർവതി മാതാവിൻ്റെ പാദങ്ങളൊക്കെ നനഞ്ഞു കുതിരയാണ്. തൻ്റെ ആ ഒരു ഭക്തയുടെ വിഷമം കണ്ടിട്ട് ദേവി ചതുർബാഹുവായിട്ട് അതിസുന്ദരിയായിട്ട് പുഞ്ചിരി തൂകിയും കൊണ്ട് അവളുടെ മുന്നിൽ പ്രത്യക്ഷയാവുകയാണ്. എന്നിട്ട് പറയണ, നീയെ വിഷമിക്കേണ്ട, ഞാൻ ഇതൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം, നീ അതിന് യാതൊരു വിഷമവും വേണ്ട, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കലാശിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിൽ അങ്ങനെ തൻ്റെ ആ ഒരു താമരയിതൾ പോലുള്ള കൈകൾ കൊണ്ട് അവളുടെ തലയിൽ അങ്ങനെ അമ്മ തഴുകുകയാണ്. അതോടുകൂടി അവള് തന്നെ ആ ഒരു ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥ കൂളിവാക.